50 വർഷത്തിലേറെയുണ്ട് കോൺഗ്രസിൻ്റെ KSU തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്. ഉമ്മൻചാണ്ടി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ സമയത്ത് ഞാൻ KSUവിലെ താലൂക്ക് പ്രസിഡൻ്റായിരുന്നു. പാർലമെൻ്ററി ജീവിതത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 15 വർഷത്തിൽ കൂടുതലായിട്ടുള്ളൂ. പക്ഷേ സംഘടനാ രംഗത്ത് എനിക്ക് അതിൽ കൂടുതൽ ചരിത്രമുണ്ട്. ഞാൻ KPCCയുടെ തന്നെ ഭാരവാഹിയായി 17 വർഷം നിന്ന വ്യക്തിയാണ്. നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് ബെന്നി ബെഹനാൻ MP ആണ് ഇപ്പോൾ നമ്മളോട് കൂടിയുള്ളത്. അദ്ദേഹം ചാലക്കുടിയുടെ MP ആണ്. നമ്മുടെ മുൻ UDF കൺവീനർ ഒക്കെ ആയിരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഒരു 50 വർഷത്തിലേറെ പ്രവർത്തന പരിചയം അങ്ങേക്ക് കോൺഗ്രസിലുണ്ട്. ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സംസാരം പറയുന്നത്? ഞാൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 50 വർഷത്തിലേറെയുണ്ട് കോൺഗ്രസിൻ്റെ KSU തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സംതൃപ്തനാണ്. കാര്യം ഒരു പാർട്ടി തലത്തിൽ പല പരിഗണനയും കിട്ടിയിട്ടുണ്ട്. പരിഗണനയേക്കാൾ കൂടുതൽ ഈ പാർട്ടി വന്നതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സംതൃപ്തനാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് അറിയപ്പെടുന്നത് ബെന്നി ബെഹനാൻ എന്ന് പറയുമ്പോൾ. കാരണം ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ വളർന്നു വന്ന ആളാണ് സാറും. അപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണകളെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് സാറിന് പറയുന്നത്? ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള സ്മരണകൾ, ഉമ്മൻചാണ്ടിയുടെ ഒരു വിയോഗം സൃഷ്ടിച്ചിരിക്കുന്ന വിടവ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ, കോൺഗ്രസിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ഒട്ടേറെ കഴിവുകളല്ല, അദ്ദേഹം എപ്പോഴും ജനക്കൂട്ടത്തിൽ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് ജനങ്ങളെ ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിയ ഒരാളാണ്. പിന്നെ പല പദവിയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഓരോ പദവിയിലെത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിനയം കൂടുകയാണ്. അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്. അതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഹങ്കാരവും അഹന്തയും ഉണ്ടായാൽ അവൻ പരാജയപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഒരു അഹന്ത കാണിക്കാത്ത, അഹങ്കാരം കാണിക്കാത്ത, പദവികളിൽ കൂടുന്തോറും അദ്ദേഹം വിനയം കാണിക്കുകയും ജനങ്ങളോട് കൂടുതൽ അടുത്തു നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെപ്പോലൊരു ഒരു പ്രവർത്തന ശൈലി ഇന്ന് ഇന്ത്യയിൽ തന്നെ അപൂർവം ചില രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളെക്കാൾ എനിക്ക് പലപ്പോഴും ബഹുമാനം തോന്നുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിയുമായി കൂടുതൽ അടുത്ത് നിൽക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി തോന്നിയത്. ഇത്ര വലിയൊരു അടുപ്പം ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഉണ്ടാകാൻ എന്താണ്? അതിപ്പോൾ ഞാൻ ചോദിച്ചില്ല, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉമ്മൻചാണ്ടി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ സമയത്ത് ഞാൻ KSUവിലെ താലൂക്ക് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് KSUവിനുണ്ടായ ബന്ധം എനിക്ക് മാത്രമല്ല ഒട്ടേറെ ആളുകൾക്ക് ഉമ്മൻചാണ്ടിയുമായിട്ട് അഭേദ്യമായി വന്നതുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ രാഷ്ട്രീയ ശൈലി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തിപരമായ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ടീം വർക്ക് ഉണ്ടായത്. അതിലൂടെ വളർന്നു വന്നവരാണ് ഞങ്ങളൊക്കെ. അത്തരം ബന്ധങ്ങൾക്ക് എപ്പോഴും അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ അടുപ്പം, രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള ഇടപെടലുകൾ ഒക്കെയായിരുന്നു ആ കാലത്ത്. ഒരു ജനപ്രതി എന്നുള്ളതിനുപരിയായിട്ട് ബെന്നി ബെഹനാനെ എന്ന് പേര് കേൾക്കുമ്പോഴത്തേന് ഒരു വലിയൊരു സംഘാടകനായിട്ടാണ് ഞാനൊക്കെ അറിയപ്പെടുന്നത്. കാരണം ഗ്രൂപ്പിനെ ചേർത്ത് നിർത്തുക, പാർട്ടിയെ വളരെ സജീവമാക്കി എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബെന്നി ബെഹനാൻ അങ്ങേപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങേർക്ക് അർഹതപ്പെട്ട ഒരു വലിയ സ്ഥാനങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു, പേരുകളൊക്കെ പല സജീവമായിട്ട് കേൾക്കുന്നു, അങ്ങയുടെ പേരുകൾ കേൾക്കുന്നു. അപ്പം ഞാൻ പറയുകയാണ്, അങ്ങയാണ് ഈ പേരുകളിൽ ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, സംഘടനാ പാഠവും ഉണ്ടായത് ഞാൻ കൂടുതൽ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നിട്ടുള്ള ആളാണ്. എൻ്റെ ഇത്രയും കാലഘട്ടത്തിലുള്ള എനിക്ക് പാർലമെൻ്ററി ജീവിതത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 15 വർഷത്തിൽ കൂടുതലായിട്ടുള്ളൂ. പക്ഷേ സംഘടനാ രംഗത്ത് എനിക്ക് അതിൽ കൂടുതൽ ചരിത്രമുണ്ട്. ഞാൻ KPCCയുടെ തന്നെ ഭാരവാഹിയായി 17 വർഷം നിന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസ് സംഘടനാ രംഗത്ത് കൂടുതൽ സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും കിട്ടേണ്ട ചില അനുഭവങ്ങളും പഠിക്കേണ്ട ചില പാഠങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നുണ്ടായ സംഘടന മികവായിരിക്കും എനിക്കുണ്ടെങ്കിലുള്ളത്, അല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. പിന്നെ ഞാനിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ അർഹതപ്പെട്ട ആൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് അത് അന്തിമമായ തീരുമാനം. ആ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതിനേക്കാൾ അപ്പുറത്തൊരു അവകാശവാദം എൻ്റെ അകത്തില്ല. KPCC പ്രസിഡന്റ് ആയാൽ പാർട്ടിക്ക് സാർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അല്ല, KPCC പ്രസിഡന്റ് ആയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ പ്രവർത്തനം സജീവമാക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് ഒരു 10 വർഷത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വ അധികാരത്തിൽ വന്നിരിക്കുന്നതാണ്.
അധികാരത്തിൽ കോൺഗ്രസ് വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുക. ഒട്ടേറെ പ്രതീക്ഷകൾ ആളുകൾക്കുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഗവൺമെൻറ് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടന പിൻബലം കൊടുക്കുക, സംഘടനയെ സജീവമാക്കുക. ആളുകൾക്കൊട്ടേറെ ആഗ്രഹങ്ങളുണ്ടാകും. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംഘടനയാണ്. ആ ജനാധിപത്യ സംഘടനയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ വേണ്ടത് ഏകോപിപ്പിച്ചുകൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. അത്തരമൊരു സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസ് പത്രം ശക്തിപ്പെടുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് ആര് KPC പ്രസിഡന്റായാലും വേണ്ടത് എന്ന് വിളിച്ചു. UDF അധികാരത്തിൽ വരുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു വലിയൊരു പങ്കിനകത്തുണ്ട്. പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കിയതിലൊക്കെ അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ UDF 10 വർഷം നേരം തിരിച്ചു വന്നപ്പോൾ അങ്ങേക്ക് തോന്നിയ എന്താണ്? അദ്ദേഹം അങ്ങേയും കൂടെ ഇതിനകത്ത് പങ്കാളിയായിരുന്നു. അല്ല, കോൺഗ്രസ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയല്ലോ. എല്ലാവർക്കും സന്തോഷം തോന്നി. പിന്നെ ഇതല്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. പ്രകടന പത്രിക എൻ്റെ മാത്രമല്ല, ഏത് പ്രവർത്തനമാണെങ്കിലും കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനമാണ്. പ്രകടന പത്രിക ഒരു കൂട്ടായ ഒരു വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനകത്ത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സഹകരിപ്പിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാറുണ്ട്. ആ കൂട്ടായ പ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ മെച്ചം കോൺഗ്രസ്. സാർ, UDF അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ബെന്നി ബെഹനാൻ സാറാണെന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങ് UDF കൺവീനർ ആയിട്ടിരിക്കുമ്പോഴാണ് ജോസ് കെ മാണി ഭാഗം പോകുന്നത്. ഒരുപാട് ആക്ഷേപം അങ്ങ് കേട്ടിട്ടുണ്ട്. ഞാനും സത്യം പറഞ്ഞാൽ വിഷമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ജോസ് കെ മാണി ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിനും UDFനും അധികാരത്തിലെത്താൻ 102 സീറ്റുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിനെപ്പറ്റി അങ്ങയുടെ കാഴ്ചപ്പാടുണ്ട്? ആരും പോയതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. UDF ശക്തിപ്പെട്ടതിനെ കുറിച്ച് പറയും. UDF ശക്തിപ്പെട്ടു. കഴിഞ്ഞ കാലഘട്ടത്തിൽ UDF മറ്റ് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ ശക്തി ഉണ്ടായതിൻ്റെ തെളിവാണല്ലോ 102 സീറ്റിലേക്ക് വന്നത്. അപ്പോൾ UDFൻ്റെ ശക്തി വളരെ വലുതാണ്. ആ ഏതെങ്കിലും ആളുകൾ UDF വിട്ടു പോയത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. UDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ശക്തിപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. വിട്ടുപോയവർക്കും ഇപ്പോൾ ചിലപ്പോൾ ദുഃഖം തോന്നാം. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾ ആരെയും പറഞ്ഞു വിട്ടില്ല, അന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അവരുടെ രാഷ്ട്രീയ തീരുമാനത്തിനെടുത്തു. UDF എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. UDFൻ്റെ ശക്തി UDFന് അർഹതപ്പെട്ടതാണ്. ആ UDF അർഹതപ്പെട്ട ശക്തിയുമായിട്ട് UDF. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ ഒരുപാട് ആക്ഷേപം കേട്ടിരുന്നു. അതല്ല നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തന വികാരമെന്ന് തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും പറ്റി. ആക്ഷേപം പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവരും കേൾക്കും. ആക്ഷേപത്തിൻ്റെ പേരിൽ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകരുത്. ആക്ഷേപം കേൾക്കുക എന്നുള്ളൊരു ഇതാണ്. പക്ഷെ സത്യമുണ്ട്, ആ യാഥാർത്ഥ്യ സത്യം. ആ സത്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ നമുക്ക് ആത്മവിശ്വാസമുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്നൊരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ തൃക്കാക്കര മണ്ഡലം രൂപീകൃതമായപ്പോൾ ആദ്യത്തെ ജനപ്രതിയായിരുന്നു. വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് അങ്ങ് അധികാരത്തിൽ വന്നത്. അതല്ല, അവിടെ ജയിച്ച ജനപ്രതിയായിരുന്നു. തീർച്ചയായിട്ടും അതിനുശേഷം അങ്ങ് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും മാറ്റി നിർത്തേണ്ട ആവശ്യം വന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് വേദനിപ്പിച്ചില്ലേ? അങ്ങനെ വേദനിക്കേണ്ട കാര്യം, തൃക്കാക്കര എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ്സാണ്. എന്നെ മാറ്റി നിർത്തിയതും കോൺഗ്രസ്സാണ്. നമുക്കൊരു സ്ഥാനം കിട്ടുമ്പോൾ മാത്രം നമ്മൾ സന്തോഷിക്കുകയും സ്ഥാനത്ത് മാറ്റി നിർത്താൻ ദുഃഖിക്കാനും പോകണം. ഇതെല്ലാം തരുന്നത് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തനം എന്ന നിലയിൽ പാർട്ടി സ്ഥാനം തരുമ്പോഴും പാർട്ടി സ്ഥാനത്ത് മാറ്റി നിർത്തുമ്പോഴും പ്രത്യേകിച്ച് ദുഃഖിക്കാൻ പാടില്ല. ഞാനെന്ന വ്യക്തിയെ MLA ആക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്നെ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് മാറ്റി നിർത്തിയപ്പോഴും പിന്നീട് എന്നെ പാർട്ടി പരിഗണിച്ചു. പാർട്ടിയുടെ പരിഗണനയോടെയാണ് പിന്നെ ഞാൻ MP ആയത്. അപ്പോൾ അതുകൊണ്ട് നിരാശയല്ല വേണ്ടത്, പ്രത്യാശയാണ് വേണ്ടത്. ഇടുക്കി പാർലമെന്റ് സീറ്റിലേക്ക്, അത് പിറവത്തിന് ശേഷം അങ്ങ് സജീവാകുന്നത് ഇടുക്കി പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങ് അവിടെ ചെല്ലുന്നത്. തീർച്ചയായും ആ ഒരു പരാജയത്തെ എങ്ങനെയാണ്? ആ പരാജയം അന്ന് കേരളത്തിൽ UDFന് ഒരു കനത്ത പരാജയം ഉണ്ടായത്. ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും തോറ്റു. ഞാൻ മാത്രമല്ല. അപ്പം അന്നൊരു UDFന് ഉണ്ടായ ഒരു വലിയ ഒരു പരാജയം ഉണ്ടായി. അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം UDF കരകയറി. നഷ്ടപ്പെട്ടു പോയി ഇടുക്കി നമ്മൾ വീണ്ടും പിടിച്ചെടുത്തു. എല്ലാ സീറ്റുകളും പിടിച്ചെടുത്തു. അന്ന് ഒരു സീറ്റ് മാത്രം ജയിച്ച UDF പിന്നീട് 19 സീറ്റിൽ ജയിച്ച് ചരിത്രം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ തോൽവിയും പരാജയമൊക്കെ ഉണ്ടാകും. എനിക്ക് ഇടുക്കിയിൽ മത്സരിച്ച് തോറ്റപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എല്ലാവരും അന്നും 60,000 വോട്ടിനാണ് ഞാൻ തോറ്റത്. അന്ന് 60,000 കൂടുതൽ വോട്ട് തോറ്റവരുണ്ടായിരുന്നു. അപ്പോൾ തോൽവി കൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ തോൽവിയും ജയവും ഉണ്ടാവും. തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആത്മവിശ്വാസവും കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ചാലക്കുടിയിൽ എങ്ങനെയാണ് അത്ര ഒരു ജനകീയനായ, അല്ല അവിടുത്തെ ഈ രണ്ടാമതും ഇപ്പം വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ ജയിക്കുന്നു. തീർച്ചയായിട്ടും ചാലക്കുടി മണ്ഡലത്തെ പറ്റി പറയും. ചാലക്കുടി മണ്ഡലം UDFന് ശക്തിയുള്ള ഒരു നിയോജകമണ്ഡലം ഒഴികെ ബാക്കി എല്ലാ നിയോജകമണ്ഡലത്തിലും UDF ശക്തിയുള്ള.
പിന്നെ സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട് കൂടിയാണ്. ഞാൻ ജനിച്ചു വളർന്ന പെരുമ്പാവൂരും വെങ്ങോലയും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളും തൃശ്ശൂർ ഞാൻ DCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാൻ നടത്തിയിട്ടുള്ള, അപ്പോൾ അവിടെയുള്ള മുഴുവൻ പ്രവർത്തകരെയും ജനങ്ങളെയും എനിക്ക് നേരിട്ട് തന്നെ അറിയാം. അപ്പോൾ സ്വാഭാവികമായും സ്വന്തം പ്രദേശത്ത് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, ഒരു പരിചയം, അതോടൊപ്പം അവിടുത്തെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമല്ല, ഓരോ വ്യക്തികളുടെയും അതുപോലെ തന്നെ സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നേരത്ത് നമുക്ക് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാകും. ആ ഒരു അടുപ്പം എനിക്കിപ്പോഴും ഉണ്ട്, കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പല ഗ്രൂപ്പുകൾ ഇപ്പോഴും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കോൺഗ്രസ്സിൽ. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇതായിട്ട്. പക്ഷേ അന്ന് A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒക്കെ വളരെ സജീവമായിരുന്നു. പക്ഷേ A ഗ്രൂപ്പിൻ്റെ വലിയൊരു വക്താവായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് ബെന്നി ബെഹനാൻ സാർ. ഒരുപാട് പേരെ അങ്ങ് കൈവഴിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ മേഖലയിൽ. പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം പോയപ്പോൾ അങ്ങയുടെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? ഞാൻ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ലോ എനിക്ക് പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. ഞാൻ കോൺഗ്രസ് പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഗ്രൂപ്പെല്ലാം കോൺഗ്രസ്സിലുണ്ടായിരുന്നു, അതൊക്കെ ഒരു അനിവാര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഗ്രൂപ്പില്ലാത്ത കാലഘട്ടം വരികയാണെങ്കിൽ അതാണ് നല്ലത്. ഗ്രൂപ്പ് കോൺഗ്രസ്സിലുണ്ടായത് ഗ്രൂപ്പ് ഉണ്ടായത് തെറ്റായിപ്പോയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിനുണ്ടായതാണ്, എല്ലാ പാർട്ടികളും ഉണ്ടായിട്ടുണ്ട്, ഏത് പാർട്ടിക്കകത്തും ചേരിതിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നേ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താ? കോൺഗ്രസ് ശക്തിപ്പെടുത്തുക എന്നുള്ളത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഞാൻ എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിക്കും. അങ്ങേക്കാരായിട്ട് ഒത്തിരി ജൂനിയറായ VD സതീശനാണ് ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. VD സതീശൻ ആയിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും അദ്ദേഹത്തെ വന്നതിനെക്കുറിച്ചുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് എന്താണ്? VD സതീശൻ വന്നത് നമുക്കറിയാം, ഞാൻ സന്തോഷിക്കുന്നു. ജൂനിയർ ടു സീനിയോറിറ്റി ഒന്നും ഇല്ലല്ലോ. ജൂനിയർ സീനിയർ ഒന്നുമില്ല. രാഷ്ട്രീയ ഏത് കാലഘട്ടത്തിലെടുത്താലും ജൂനിയറും സീനിയറും ആണ്. അപ്പം ഓരോ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികൾക്ക് അംഗീകാരം കിട്ടുന്നു, അതിന് അർഹത ഉള്ളവർക്ക് കിട്ടുന്നു. പക്ഷേ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാൽ ഞാൻ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹം തെളിയിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മുഖ്യമന്ത്രിയായി മാറുമെന്ന പ്രതീക്ഷയാണ് എനിക്ക്. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചാലക്കുടിയിലെ MP-യും കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായ ബെന്നി ബെഹനാൻ സാറായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് ഇത്ര സമയം അനുവദിച്ചു തന്നതിന്.